ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ പ്രമോയും വിശേഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അറിയാം. അപ്പം ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് നമ്മൾ കണ്ടത് വേറെ ഒന്നുമല്ല, പോലീസ് സച്ചിയോട് ചോദിക്കുകയാണ്, ഏതായാലും നിങ്ങൾ അത്രയൊക്കെ പ്രശ്നം അവിടെ ഉണ്ടാക്കി, ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ പെണ്ണ് ആരാണ്, എന്താണ്, ഏതാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അത് പിന്നെ സാറേ എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി ഓർത്തു, ഇപ്പം സച്ചി പറയും, സച്ചി ഇപ്പം എല്ലാം അറിഞ്ഞിട്ട് നിൽക്കുക എന്നാണ് ശ്രുതി ഓർത്തത്, ഈ പറയുന്നത് നമ്മൾ ഓർത്തത്. അപ്പോൾ ഏതായാലും സച്ചി പറഞ്ഞു, അത് പിന്നെ സാറേ എനിക്ക് ഫോണിൽ ആരെയാ വിളിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അയാൾ ഒരു വെറും ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മേനെയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയില്ലാത്ത ഒരു ഫ്രോഡ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അത്രയ്ക്കും വൃത്തികേടുകളൊക്കെ പറഞ്ഞത്. എന്തോ ആ പെൺകുട്ടിയോട് വലിയ വൈരാഗ്യമുള്ള പോലെ എനിക്ക് തോന്നിയത്. മിക്കവാറും രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും സാറേ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് അയാൾ അകപ്പെട്ട് ചെന്നെത്തിയിരിക്കുന്നത്. ഏതായാലും അയാൾ അത്രയ്ക്ക് നല്ല ആളൊന്നും അല്ല. അയാൾ ഏതൊരു പെണ്ണിനെ പറഞ്ഞാലും അതൊന്ന് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്ന വാക്കുകളല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇത്രയും പേര് കൂടി നിൽക്കുന്നതുകൊണ്ട് ആ വാക്കുകൾ എനിക്ക് ഒന്ന് പറയാൻ പോലും പറ്റില്ല. കാരണം അത്രയ്ക്ക് അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകളാണ് അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് കോൺസ്റ്റബിൾ പറഞ്ഞത്, അത് പിന്നെ സാറേ ആ പെണ്ണിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്, ഫോണൊക്കെ റിക്കവർ ചെയ്ത് എടുത്തായിരുന്നു. ഫോണ് പൊട്ടിപ്പോയെങ്കിലും നമ്പറുകളൊക്കെ റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്, ആ ഒരു സിമ്മിൻ്റെ ഇത് പ്രകാരം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ നമ്പർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ഒന്നും കൂടെ പേടിച്ചു പോയിട്ടോ. ശ്രുതി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. മീരേനെയാണ് നോക്കുന്നത് വെപ്രാളപ്പെട്ട്. മീര പറയുന്നു, എടി ഒന്ന് അടങ്ങടി 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 എന്ന് പറയുന്നുണ്ട്. ശ്രുതിയുടെ മുഖവും ഈ ഒരു ഭാവ വ്യത്യാസവും ആ വേർത്ത് കുളിച്ച് നിൽക്കുന്ന നിൽപ്പും കാണുമ്പോൾ മനസ്സിലാകും ഇതിനകത്ത് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, എങ്കിൽ പിന്നെ അയാളെ ആ സ്ത്രീനെ ഞങ്ങളൊന്ന് വിളിച്ച് നോക്കട്ടെ, നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ, അത് ആ സ്ത്രീയുടെ നമ്പറാണോ എന്നൊന്നും അറിയില്ല, ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ കോള് ചെല്ലുന്നത് ആർക്കാണ്? നമ്മുടെ ശ്രുതിക്ക്. ആ സ്പോട്ടിൽ തന്നെ ശ്രുതിയുടെ ഫോണിലേക്കാണ് കോള് ചെല്ലുന്നത്. ഈ കോള് ചെന്നതും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നവർ ഞെട്ടിപ്പോയി. ശ്രുതിയുടെ ഫോണിലേക്കാണല്ലോ ചെന്നത്. അപ്പോൾ പോലീസ് പറഞ്ഞു, അല്ലതെ ഈ പെങ്കൊച്ചിൻ്റെ ഫോണിലേക്കാണല്ലോ സാറേ ഇപ്പം ഞാൻ വിളിച്ചത്. അപ്പം ഈ പെങ്കൊച്ചിനെയാണോ അവൻ നശിപ്പിക്കാനായിട്ട് തയ്യാറായിട്ട് നിന്നതെന്ന് ആ കോൺസ്റ്റബിൾ ചോദിച്ചപ്പോഴത്തേക്കും കപ്പാട വശകായി. ഏതായാലും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, മോളെ ശ്രുതി നിന്നെയാണോ അപ്പോൾ അയാളെ വിളിച്ചത്? അല്ല നീയും അയാളും തമ്മിൽ എന്താ ബന്ധം, നിനക്ക് അയാളെ അറിയാമോ എന്ന് ചോദിച്ചു. ചന്ദ്രയും ചോദിച്ചു, മോളെ എന്താ മോളെ നിനക്ക് അയാളെ അറിയാമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ മീര പെട്ടെന്ന് കയറി ചാടി പറഞ്ഞു, അതെ എനിക്ക് തോന്നുന്നത്, എടി ശ്രുതി, മിക്കവാറും ഇന്ന് രാവിലെ നിന്നെ ഒരാൾ വിളിച്ചില്ലായിരുന്നോ, നിനക്ക് ഒരു കസ്റ്റമർ ഉണ്ടെന്നും പറഞ്ഞ് അയാളുടെ ഭാര്യയ്ക്ക് എന്തോ കുറച്ച് മേക്കപ്പ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചില്ലേ, മിക്കവാറും അയാളായിരിക്കും എന്ന് പറഞ്ഞപ്പം ശരിയാ ഞാൻ ഓർക്കണുണ്ട്, ഇത് അയാൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അപ്പോയിൻമെൻറ്റ് തരണമെന്ന് പറഞ്ഞ് തന്നെയാണ് വിളിച്ചത്, എന്തോ ഭാര്യയ്ക്ക് എവിടെയോ പോകാനാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ചെറുതായിട്ടൊരു ഫേഷ്യലും അതുപോലെ തന്നെ സ്പായൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി വിടുകയാണ് ശ്രുതി. ഇത് കേട്ടതും പോലീസ് പറഞ്ഞു, എന്നാൽ ചിലപ്പം നമ്പറുകൾ ഒരുപാട് കാണുമല്ലോ, ഇനിയിപ്പം നമുക്ക് വേറെ നമ്പറിൽ വിളിച്ചു നോക്കാം. ഏതായാലും കല്യാണവും എല്ലാം കൂടി അങ്ങോട്ടൊത്ത് വായിക്കുമ്പോൾ അങ്ങ് ശരിയാവുന്നില്ല. ഏതായാലും കേസിൻ്റെ വഴിയിൽ നടക്കുക, ഞങ്ങളിവിടെ വന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ പോലീസുകാർ അവിടെ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സച്ചിയോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വരണം, അല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനൊന്നും അല്ല വന്നത്. ഇന്നൊരു നല്ല ദിവസമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറി വന്നത് അത്രയ്ക്ക് ശരിയല്ലെന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്രയോടും രവീന്ദ്രനോടും ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയത്. ഏതായാലും ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് തുടങ്ങിയില്ലേ ചന്ദ്ര, ഇത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഈ കല്യാണം നടത്തിയതേ ശരിയായിട്ടില്ല, ഈ കല്യാണം നടത്തേണ്ടത് ഞാനായിരുന്നു. ഒരെണ്ണം കട്ടവള കൊണ്ടല്ലേ ഈ കല്യാണം നടത്തിച്ചു വെച്ചിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് സ്വസ്ഥതയും സമാധാനവും കിട്ടുക ഈ കുടുംബത്തിന്? വന്ന് കയറിയില്ല, അതിനു മുമ്പായിട്ട് കണ്ടില്ലേ വന്നേക്കുന്നത് പോലീസ്. എടാ സച്ചി, നിനക്ക് വല്ല കാര്യം ഉണ്ടാടാ? ഏതെങ്കിലും പെണ്ണിനെ പറഞ്ഞോട്ടെ, ആരെങ്കിലും പറഞ്ഞോട്ടെ, നിനക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രയോട് പറഞ്ഞു, അതെ അമ്മ ഇപ്പം ഇത് പറയുന്നില്ലേ, അമ്മയ്ക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇത് പറയില്ലായിരുന്നു.
ഉണ്ടായിരുന്നെന്ന് നമ്മുടെ സച്ചു പറഞ്ഞു. ശരിയാണ്, 100% നമ്മുടെ സച്ചു പറഞ്ഞത് ശരിയാണ്. ചന്ദ്രയ്ക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ചന്ദ്ര ചിലപ്പോൾ അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. കാരണം അതിൻ്റെ വേദന ചന്ദ്രയ്ക്ക് അറിയില്ല. അങ്ങനെ നമ്മുടെ രവീന്ദ്രനും അച്ചമ്മയും പറഞ്ഞു, മോൻ ചെയ്തതിൽ ഒരു കുഴപ്പമില്ല. കാരണം ഏതോ ഒരു പെങ്കൊച്ച്, എവിടെയോ ഇരിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ ഭാവി തകർക്കാൻ നോക്കി അവനെ ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണ് ഇത്. അതുകൊണ്ട് എന്തോ ദൈവദൂതനായിട്ട് നിന്നെയാണ് ദൈവം അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. ആ പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയാണെങ്കിൽ ചങ്കിൽ കൈവച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് കേസന്വേഷണം തിരിഞ്ഞ് ശ്രുതിയുടെ നേരേക്ക് വരാൻ പോകുമെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പേടിച്ചു വിറച്ച് നിൽക്കുന്നു. ഏതായാലും അച്ചമ്മ പറഞ്ഞു, ഇതിപ്പോൾ ആരുടെയും ഗുണവും ദോഷമൊന്നും അല്ല. രേവതി ചെയ്തിട്ടോ അവർ ചെയ്തിട്ടോ ഇവർ ചെയ്തിട്ടോ ആണെന്നൊന്നും പറയണ്ട. പിന്നെ കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക് ചില ദോഷങ്ങളൊക്കെ വരും. അതൊക്കെ സ്വാഭാവികമാണ് ചന്ദ്രൻ. നീ എല്ലാം അങ്ങോട്ടേക്ക് ഇവളുടെ മേത്ത് അടിച്ചമർത്തൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയം നമ്മുടെ സച്ചു പറഞ്ഞു, അതെ എനിക്ക് നേരം പോയി, ഞാൻ ഓടാതെ എൻ്റെ കഞ്ഞുകൂടി നടക്കത്തില്ല. അറിയാലോ അച്ഛാ, ഇനിയെങ്കിലും എനിക്ക് പോവാലോ. ഇനി ഞാനിവിടെ നിന്നിട്ട് വലിയ പ്രത്യേകതയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോയി. പോയതിൻ്റെ ആ ഒരു സമയത്ത് രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചോ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഏതായാലും രേവതിയോട് ഇപ്പം നല്ലൊരു സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. ഇതിനി അങ്ങോട്ട് കൂടിയേ വരത്തുള്ളൂ, ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇതിനി അങ്ങോട്ട് കൂടി വരും. നമ്മുടെ ശ്രുതിയുടെയും പ്രകടനങ്ങളൊക്കെ കാണുമ്പോഴേക്കും സച്ചിക്ക് സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റൊമാൻസ് കയറി വരുമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. ഏകദേശം ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും ശ്രുതി നിനക്ക് ക്ഷീണമല്ലേ, നീ റൂമിൽ പോയി വിശ്രമിച്ചോ, നീ ചെല്ല്, റൂമിനകത്തേക്ക് ചെല്ല്, മോള് പോയി വിശ്രമിക്കുക. മോളെ കണ്ടാൽ തന്നെ അറിയാം മോള് നല്ല ടയേർഡായിട്ടുണ്ട്. അതുമല്ല ആ വൃത്തികെട്ട ശവങ്ങൾ എൻ്റെ മോളോട് എന്തൊക്കെ ചോദിച്ചാൽ മനസ്സ് വിഷമിപ്പിച്ചത്. അല്ല പിന്നെ അവർ ചോദിച്ചതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റ് തന്നെയാണ്. പക്ഷേ മോളിനി മാറിയൊന്നും നിൽക്കരുത്, മോളുടെ അച്ഛനെ വിളിക്കണം, മോളുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ച് മോളുടെ അച്ഛൻ്റെ പിണക്കമൊക്കെ മോള് മാറ്റിയെടുക്കണം എന്ന് പറയുമ്പോൾ ആൻറ്റിയും കൂടി ഇങ്ങനെ പറയരുതേ, ഞാൻ ആകെപ്പാടെ തകർന്ന് നിൽക്കുക, എൻ്റെ അച്ഛനുമായിട്ടുള്ളൊരു ബന്ധം അത് ഞാൻ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ആൻറ്റിയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ വിവാഹം നടത്തിയതെന്ന് പറഞ്ഞപ്പം അതൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കുക, അതൊക്കെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. മോള് സുധിയുടെ റൂമിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ സുധിയുടെ റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് കുറച്ച് ധൃതിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ വേറെ ഒന്നുമല്ല, കയറി ചെന്നതേ കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം വേണ്ട. അതുമല്ല ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് പറയുമ്പോൾ നീ എൻ്റെ ഭാര്യയല്ലേ, ആൾക്കാരെന്ത് വിചാരിക്കാനാ, ബാ ഇങ്ങ് വന്നേ, എത്ര നാളായി ഞാൻ കാത്തിരിക്കുക ഈ നിമിഷത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി വിളിച്ച് അരികിലൊക്കെ ഇരുത്തുകയാണ് കേട്ടോ. ഈ സമയത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പോവുമോ. അപ്പം ശ്രുതിയാണെങ്കിൽ പിന്നെയും മാറി തന്നെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടെ മീര പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മീര വിളിച്ചു പറയുകയാണ്, മീര വിളിച്ചു പറയുന്നു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടടി, കാരണം അയാൾ കോമാ സ്റ്റേജിലാണുള്ളത്, നവീൻ കോമാ സ്റ്റേജിലാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ആശ്വാസമായി. ശ്രുതിയുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ശ്രുതി മാറ്റിവെച്ചു കേട്ടോ. അത് കഴിഞ്ഞാണ് സത്യം പറഞ്ഞാൽ ശ്രുതി അവിടെ ഒരു കല്യാണപ്പെണ്ണിൻ്റെ രീതിയിൽ നിൽക്കണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മോളുടെ ടെൻഷനൊക്കെ മാറിയോ, ഇപ്പോഴാണ് മോളുടെ മുഖത്തൊരു ഐശ്വര്യവും സന്തോഷമൊക്കെ കണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം വേറൊരു സീൻ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയാണ്. അപ്പോൾ ശ്രീകാന്തും വർഷയും ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നു, എനിക്ക് നല്ല വിശപ്പുണ്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും വേണം, ഞാൻ അങ്ങോട്ട് വരിക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിനിടയിൽ കല്യാണക്കാരിയൊക്കെ നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ എന്നെ കല്യാണത്തിന് ക്ഷണിക്കാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നേരിട്ട് ഏതായാലും നമുക്ക് കാണാം, ഞാൻ ഇന്ന് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ആഹാരം കഴിക്കുന്നുള്ളൂ, ഒരു അടിപൊളി ആഹാരം ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ വർഷ. അപ്പോൾ ഇനിയിപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനാണ് കൂടുതൽ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. കാരണം ഇനി ഉള്ള കല്യാണം എന്ന് പറഞ്ഞാൽ വർഷയും നമ്മുടെ ശ്രീകാന്തും തമ്മിലുള്ള ആ ഒരു കല്യാണമാണ്. അങ്ങനെ നമ്മുടെ രേവതി ഒന്ന് തല ചായ്ക്കാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എടി അവിടെ നിൽക്കടി, കഞ്ഞിയൊക്കെ ഇടുക, കഞ്ഞിയും കാര്യങ്ങളൊക്കെ വെക്കണം, ഇവിടെ എല്ലാവർക്കും വിശപ്പില്ലേ, വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാവർക്കും വിശക്കും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ശ്രുതിമോളുടെ കാര്യങ്ങളൊക്കെ നീ നോക്കിയും കണ്ടും ചെയ്യണം എന്ന് പറഞ്ഞു. അച്ചമ്മ സമ്മതിക്കും. അച്ചമ്മ പറഞ്ഞു, എന്താ ഇവളെൻ്റെ ശ്രുതിയുടെ വേലക്കാരിയാണോ, ശ്രുതിക്ക് കയ്യും കാലൊക്കെ ഉണ്ടല്ലോ, അവൾക്ക് ആവശ്യമുള്ളത് അവൾ എടുത്തു കുടിക്കുകയോ അവൾ ഉണ്ണുകയോ ഉറങ്ങുകയൊക്കെ ചെയ്തോളും, അല്ലാതെ അവളെ താരാട്ട് പാട്ട് പാടി ഇവിടെ ഉറക്കാനല്ല രേവതിനെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു, അത് സാരമില്ല അച്ഛമ്മ, ഞാൻ ഏതായാലും അടുക്കളയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടി രേവതിനെ ഇട്ട് വട്ടം ചുറ്റിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രയോട് ഒത്തു നിൽക്കുകയാണ് കേട്ടോ.
സാധാരണ നമ്മുടെ ശ്രുതി പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നൊരു പെണ്ണായതുകൊണ്ട് തന്നെ രേവതീനെ നമ്മൾ പരിഗണിക്കുമെന്നൊക്കെ ഓർക്കും. പക്ഷെ ഒരു ഇതുമില്ല, ഒരു ദാക്ഷണ്യവും ഇല്ല. ചന്ദ്രയുടെ കൂടെ ഒപ്പത്തിന് നിന്ന് നമ്മുടെ രേവതീനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലായിട്ട് നമ്മുടെ രേവതിയുടെ വീട്ടിൽ നിന്നല്ല ഇതിനിടയിലായിട്ട് രേവതിയുടെ വീട്ടിൽ നിന്ന് പൂ കൊടുത്തു വിടുന്നുണ്ട്. അത് തന്നെ, സോറി, ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ പൂ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ പൂ കൊടുത്തു വിടുന്നത് ഈ പൂ കെട്ടാനും കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ പൂ കൊടുത്ത് ഈ പൂ കെട്ടാനും വേണ്ടിയാണല്ലോ കൊടുത്തു വിടുന്നത്. അങ്ങനെ കുറേ 2-3 പേരാണ് കൊണ്ടുവരുന്നത്. എപ്പോഴും കൊണ്ടുവരുന്ന 2-3 ചേച്ചിമാരാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ ശ്രുതിയുടെ മുമ്പിൽ വെച്ച് തന്നെ രേവതീനെ അവിടെ വെച്ച് അപമാനിക്കുകയാണ് കേട്ടോ. കാരണം ഭിക്ഷക്കാർ കയറി വരുന്നത് കണ്ടില്ലേ, അങ്ങനെയാ ഇങ്ങനെയാണ് മറിച്ചതാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിക്കുന്നു. ഏതായാലും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും വന്നവർക്ക് തന്നെ എന്താ പറയുക, അത്രയ്ക്ക് ദഹിക്കാത്ത മട്ടാവുകയാണ്. പക്ഷേ ചന്ദ്രയുടെ വീടാണ്, വന്നവർക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവരിറങ്ങി പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് പണികളൊക്കെ ഏകദേശം ഒതുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പൂവൊക്കെ കെട്ടാൻ പോയ നമ്മുടെ രേവതിനെ വിളിച്ചിട്ട് ഈ പൂവൊക്കെ കുറച്ച് നീ ഒരു കാര്യം ചെയ്യണം, ശ്രുതിയുടെ റൂമിൽ കൊണ്ട് അലങ്കരിക്കാൻ വെക്കണം എന്ന് പറയുക. അപ്പം നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ അങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇത് ഓർഡറുള്ള പൂവ്, അത് കറക്റ്റ് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല. എന്നും കൊടുക്കാനുള്ളത് കൊടുക്കണം എന്ന് പറയുമ്പോൾ നിനക്ക് പൈസ വേണോ? പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം നിനക്ക് പൈസ. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഈ പൂ എനിക്ക് വേണം. ഈ പൂവും കൊണ്ട് ശ്രുതിയുടെ റൂം മൊത്തം അലങ്കരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിനിടയിൽ ശ്രുതിയാണെങ്കിൽ അമേരിക്കൻ സ്റ്റൈലിലുള്ള എന്താ പറയുക, ആദ്യരാത്രിയാണ് അറേഞ്ച് ചെയ്യുന്നത്. ശ്രുതിക്ക് ഇവിടെയുള്ള ആദ്യരാത്രി ഒന്നും പിടിക്കില്ലെന്ന് തോന്നുന്നു. അങ്ങ് അമേരിക്ക സ്റ്റൈലിലായിട്ട് എന്താ പറയുക, ക്യാൻറ്റീനിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാനാണ് നമ്മുടെ ശ്രുതിയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം അതേതായാലും നാളെ ഒന്നും കാണിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മറ്റന്നാളായിരിക്കും കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതിയുടെ ആഗ്രഹങ്ങളൊക്കെ ചന്ദ്രയോട് പറയുകയും അതുപോലെ എന്തോ കുടത്തിലങ്ങാണ്ട് കൈയിട്ട് മോതിരം തപ്പിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വിവാഹം കഴിഞ്ഞുള്ള ചടങ്ങ് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി വരുന്നു. രാത്രി നമ്മുടെ സച്ചി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഈ ഒരു മോതിരം ചടങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറയാണ് നിങ്ങൾക്കും ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ രേവതീനെയും സച്ചിനെയും കൊണ്ട്. പക്ഷെ അത് ചന്ദ്രയും ശ്രുതിയോ ഒന്നും അറിയുന്നില്ല. അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുന്നു. ആ ഒരു സമയത്ത് ഇവിടെ കുടത്തിലങ്ങാണ്ട് കൈ എങ്ങാണ്ട് ഇട്ടിട്ട് മോതിരം തപ്പി പിടിച്ചെടുക്കുന്നതൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമോയെന്നറിയില്ല കേട്ടോ. ആദ്യ രാത്രി ആ ഒരു ഭാഗത്തേക്ക് എത്തുമോയെന്നറിയില്ല. അതിനിടയിൽ ഇവർ സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളും വർഷയുടെയും ശ്രീകാന്തിൻ്റെ ഒക്കെ ആയിട്ട് പോകുമോയെന്നറിയില്ല. കുറച്ച് വലിച്ചു നീട്ടുന്നുണ്ട്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് പഴയ പോലെ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല നമ്മുടെ കഥയ്ക്ക്. കഥ ഇച്ചിരി ബാക്കിലേക്ക് മാറി പോവുകയാണ്, വലിച്ചു നീട്ടി വിടുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, അതായത് എനിക്ക് നാളത്തെ സംഭവം ഇന്ന് പറയാം, മറ്റന്നാളത്തെ സംഭവം കൂടെ കയറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിടിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അത് വന്നു പോകും കേട്ടോ. കാരണം ഇങ്ങനെ ഇവർ നീട്ടിക്കൊണ്ട് പോകുന്നുള്ളത് കൊണ്ട് ചിലപ്പം ഞങ്ങൾ പറയുമ്പം ആ ഒരു സീനൊക്കെ കഴിഞ്ഞു പോകും. അപ്പം ഇന്നലെ എനിക്ക് അത് തന്നെയാണ് പറ്റിയത്. ഇന്നത്തെ സീനല്ല കൂടുതലും ഞാൻ ഇട്ടേക്കുന്നത്, നാളത്തെ സീനാണ് ഇന്നലെയും പറഞ്ഞത്. കാരണം നമുക്ക് കറക്റ്റ് ഇവരെപ്പോഴാണിത് ഇടുക, ഏത് സീനാണ് ഇടുക എന്ന് കറക്റ്റ് ഒരിത് നമുക്കില്ലല്ലോ. അപ്പോൾ അത് ചിലപ്പം കഴിഞ്ഞു പോകാം. ചിലപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും നമ്മൾ നുണയല്ല പറയുന്നത്, വരാനിരിക്കുന്ന സംഭവമാണ് പറയുന്നത്. ചിലപ്പം മുന്നോട്ട് കയറി ഒന്ന് പോകാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്, വേറെ ഒന്നുമല്ല. കുറച്ച് പേര് ആരൊക്കെയോ വന്ന് പറഞ്ഞു, ആരൊക്കെയോ അല്ല, ഏതോ ഒരാൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരാൾ വന്ന് പറഞ്ഞു മൊത്തം കള്ളത്തരമാണ് പറയുന്നതെന്ന്. ഞാൻ ഇതുവരെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ കള്ളത്തരം പറഞ്ഞിട്ടില്ല. എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം. ഞാൻ പറയുന്ന എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇല്ലേ, നിങ്ങളൊന്ന് പറയും, ഞാൻ എന്തെങ്കിലും കള്ളത്തരം ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ രേവതിയുടെയും സച്ചിയുടെയും കഥ, പ്രേമവും ഫുൾ വിശേഷവും എല്ലാം ഞാൻ ഇതുവരെ സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞതെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറച്ച് പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് പറയേണ്ട കാര്യമില്ല. സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും ചിലപ്പം എന്നല്ലാതെ നമ്മൾ കള്ളം ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞ ആൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്, കള്ളത്തരം പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ നമ്മൾ വേറെ വീഡിയോസ് ഒന്നും നമുക്ക് കള്ളത്തരം പറയാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ വേറെ പ്രമോസ് ഒന്നും ചെയ്യാത്തത്. എന്തിനാ വെറുതെ കള്ളത്തരം പറഞ്ഞു കൂട്ടുന്നത്, അങ്ങനെ അതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ 2 പ്രമോയും കൊണ്ട് നിർത്തുന്നത്. ഈ പ്രമോ എന്ന് പറയുന്നത് മിക്കവരും കള്ളത്തരം തന്നെയാണ് പറയുന്നത്. ഈ പ്രമോ എന്ന് പറയുമ്പം
പ്രമോ പറയുന്നവർ മിക്കവരും കള്ളത്തരം തന്നെയാണ് പറയുന്നത്. അപ്പം ഞാനും 2-3 പ്രാവശ്യം പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്തു, ഒരാളെങ്കിൽ ഒരാൾ, 2 പേരെങ്കിൽ 2 പേര്, ഫുള്ള് കാണുന്നവരെ ഇങ്ങനെ നമ്മൾ കള്ളം പറഞ്ഞ് അത് ശരിയായ നടപടിയല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു പ്രമോ വിശേഷം അങ്ങ് ഒഴിവാക്കിയത്. ഫുൾ വിശേഷം വരുമ്പോൾ ഫുൾ വിശേഷം ഇടുകയും പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ മാത്രമാണ് നമ്മൾ ഫുള്ള് പ്രമോ പറയുന്നത്. അത് കറക്റ്റായ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് വേറെ ഒന്നും കൊണ്ടും അല്ല പറയുന്നത്. കുറേ ദിവസങ്ങളായിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ വന്ന് പറഞ്ഞത് ആണ്, പ്രതികരിച്ചതാണ്. അപ്പം നാളത്തെ അടിപൊളി വിശേഷമായിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.